ഇനി ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറെന്ന് നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് കത്ത് നൽകി. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നോട്ടീസ് നൽകാത്ത പശ്ചാത്തലത്തിലാണ് സിദ്ദിഖിന്റെ നീക്കം. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്യാം, നിയമപരിരക്ഷ ഉറപ്പായതോടുകൂടി സിദ്ദിഖ് അന്വേഷണ സംഘത്തിനോട് ചോദ്യം ചെയ്യൂ എന്ന് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയാണ്. അക്ഷയ അത് തന്നെയാണ്. അതായത് സിദ്ദിഖ് ഒരു തന്ത്രപരമായ ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. തനിക്ക് 2 ആഴ്ചത്തേക്ക് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അത് ഈ മാസം 22-നാണ് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ സിദ്ദിഖ് അങ്ങോട്ടേക്ക് അന്വേഷണ സംഘത്തിന് പ്രത്യേകമായി മെയിലയച്ചിരിക്കുന്നു. അന്വേഷണവുമായി ഏതു വിധത്തിലും സഹകരിക്കാൻ തയ്യാറാണ്, താൻ ചോദ്യം ചെയ്യാൻ സന്നദ്ധനാണ്, എവിടെ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ എത്തിച്ചേരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ദിഖ് ഇപ്പോൾ അഭിഭാഷകൻ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഒരു ഇമെയിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതുവരെയായിട്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സിദ്ദിഖ് അങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു മെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന ആഴ്ചകൾക്കുള്ളിൽ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 22-നാണ് ഇനി സിദ്ദിഖിൻ്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി മുമ്പാകെ താൻ തെളിയിക്കേണ്ടതുണ്ട്. അതായത് അന്വേഷണ സംഘവുമായിട്ട് താൻ സഹകരിക്കുന്നുണ്ട് എന്നത് കോടതി മുമ്പാകെ. അതായത് നിലവിൽ കോടതിയുടെ പരിരക്ഷ ലഭിക്കുന്ന ആ സമയം മുതൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അന്വേഷണ സംഘത്തിന്റെയും മെല്ലപ്പോക്കാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ മെല്ലപ്പോക്ക് തുടരുന്നത്? എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം സിദ്ദിഖിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ വിളിപ്പിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും സിദ്ദിഖ് ഈ അന്വേഷണ സംഘവുമായിട്ട് സഹകരിക്കും എന്നറിയാം. എന്നാലും സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം ഹർജി പരിഗണിച്ച ശേഷം ചോദ്യം ചെയ്യാം എന്ന ഒരു നിലപാടായിരുന്നു നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തിരുന്നത്. എന്തായാലും ഇപ്പോൾ സിദ്ദിഖ് ഇത്തരമൊരു നീക്കം നടത്തിയ പശ്ചാത്തലത്തിൽ ഇനി അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായിട്ടും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാതിരിക്കുക വയ്യ. കാരണം താൻ അങ്ങോട്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് വിധേനയും സഹകരിക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ എന്തായാലും വരുന്ന ഒരാഴ്ചക്കുള്ളിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യും എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇത്തരമൊരു കേസിൽ അന്വേഷണ സംഘത്തിന് ഒരിക്കൽ മാത്രമേ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇനി ഇത് ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനൊപ്പം തന്നെ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ കാത്തിരുന്നത്. അതിനുശേഷം എന്താണ് കോടതിയുടെ നടപടി, ആ നടപടിക്ക് ശേഷമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനായിരുന്നു അന്വേഷണ സംഘം ഇരുന്നത്. എന്തായാലും ഇത്തരമൊരു നീക്കം, തന്ത്രപരമായൊരു നീക്കം സിദ്ദിഖ് നടത്തിയതോടുകൂടി വരും ദിവസങ്ങളിലായിട്ട് സിദ്ദിഖിനെ അന്വേഷണ സംഘം കൊച്ചിയിലോ ഒന്നല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും സിദ്ദിഖ് സ്വയം തന്ത്രം ആവിഷ്കരിക്കുന്ന രീതിയിലേക്ക് അന്വേഷണമൊക്കെ മാറുകയാണ്. നിയമപരിരക്ഷ ഉറപ്പാകുന്നു. ഇനി എന്നെ ചോദ്യം ചെയ്യുന്നത് സിദ്ദിഖ് തന്നെ ആവശ്യപ്പെടുകയാണ് അന്വേഷണ സംഘത്തോട്.